ഞാൻ പാലക്കാട് താലൂക്ക് മലമ്പുഴ വില്ലേജ് കവ പ്രദേശത്ത് താമസിക്കുന്നവനാണ്. എനിക്ക് 1960 കുടുംബ പ്രോപ്പർട്ടി ആയിട്ട് വാങ്ങിച്ച ഡോക്യുമെന്റ് പ്രകാരം ഏമൂർ ഭഗവതി ദേവസ്വത്തിൽപ്പെട്ട ഭൂമിയാണ് ഉള്ളത്. 42 ഏക്കർ ചുറ്റളവിൽ. അതിൽ 12 ഏക്കർ നെൽകൃഷി സ്ഥലമാണ്. പിന്നെ കാടാണ്. വെട്ടി തെളിയിച്ച് കൃഷി ചെയ്യാനാണ് ദേവസ്വം മിച്ചവാരമായിട്ട് ഞങ്ങൾക്ക് മിച്ചവാരപ്പാട്ടം നിശ്ചയിച്ച് തരുന്നത്. അപ്പോൾ 1971 റീസർവേ വരുന്നവരെ ഞങ്ങൾ വെട്ടിച്ചേർത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്നു. ആ സ്ഥലം വില്ലേജ് ഓഫീസറെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അയാളുടെ സ്ഥലം അളന്ന് നികുതി എടുക്കും. വെട്ടിച്ചേർത്തിയ സ്ഥലത്തിൻ്റെ അത് പ്രകാരം ആ ചീട്ടും കൊണ്ടുപോയി കഴിഞ്ഞാൽ മിച്ചവാരം അളക്കാം. അവിടെ കാശ് കിട്ടുക അല്ലെങ്കിൽ നെല്ലായിട്ട് അളക്കും. നെൽകർഷകരാണ്, നെൽകൃഷി സ്ഥലമാണ് ഇതൊക്കെ വെട്ടിച്ചേർത്ത് കൃഷി ചെയ്യുന്നത്. ആ സ്ഥലമാണ് 71 റീസർവേ വന്നപ്പോൾ നെൽകൃഷി സ്ഥലം മാത്രം, അതായത് നെൽകൃഷിയും പറമ്പ് കൃഷിയും, ആ സ്ഥലം മാത്രം വേർതിരിച്ചു. കാട് പ്രദേശം മിണ്ടാതെ കിടന്നു. വഴിക്ക് 1 മാസത്തിൻ്റെ ഉള്ളിൽ ഫോറസ്റ്റ് അക്വിസിഷൻ വന്നു, ഓർഡിനൻസ് പാസ്സായി. അത് പ്രകാരം ഈ റീസർവേ കല്ല് കണ്ടവിടെയൊക്കെ അവർ സർവേ ചെയ്ത് കല്ലെടുത്തു. ഈ റീസർവേ കല്ലിനും ഈ ഫോറസ്റ്റ് സർവേ കല്ലിനും തമ്മിൽ വ്യത്യാസങ്ങളില്ല, ഒരേ സർവേ കല്ലാണ്. പക്ഷെ ഫോറസ്റ്റ് സർവേ കല്ല് ഒരു റൗണ്ട് ഇടും മേലെ, ഒരു കുത്ത്. റീസർവേക്ക് ആ കുത്തില്ല. റീസർവേ നാട്ടിയ കല്ലിൽ തന്നെ ഫോറസ്റ്റ് വന്ന് കുത്തിയാൽ കുഴിയായി, അത് ഫോറസ്റ്റ് സർവേക്കായി. അങ്ങനെയാണ് അപ്പോഴത്തെ. അപ്പം അവിടെ 1-2 കയ്യേറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. ശൈലീശ വെട്ടി ഇതറിയാതെ കയറ്റി വെട്ടി പറഞ്ഞിട്ട് അത് കേസ് ചാർജ് ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോയി. കേസ് വിട്ടുപോയി. എങ്ങനെ? ഞങ്ങൾ ഇനി കയ്യേറില്ല ഫോറസ്റ്റ് സ്ഥലം എന്ന് പറഞ്ഞ് ട്രൈബ്യൂണൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു പാലക്കാട്. കേസ് നടത്തി, ഹൈക്കോടതിയിൽ പോയി കേസ് നടത്തി. ഗവൺമെന്റ് നരുടെ വായിപ്പെട്ട ഇറച്ചി കഷ്ണം വീണ്ടെടുക്കാൻ സാധിക്കില്ല ആർക്കും. ഗവൺമെന്റിനെ ധിക്കരിച്ചും കൊണ്ടൊരു വിധി ഏത് കോടതിയും ഉണ്ടാക്കില്ല. അനുഭവത്തിൽ നിന്നാണ്. 71 മുതൽ ഫോറസ്റ്റിൽപ്പെട്ട ഭൂമിക്ക് വേണ്ടി കേസ് പറയാൻ തുടങ്ങിയവനാ ഞാൻ. ഇന്ന് 84 വയസ്സാണ്. 7/6/42 ആണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ അധ്വാനിച്ചതിന്റെ പരമാവധി ഞാൻ കഴിഞ്ഞു. ഇതിന്റെ ഇടയിൽ ഒരു ആക്സിഡന്റ് എനിക്കവിടെ. മുമ്പ് കർഷകരെ അല്ലാത്ത തൊഴിലാളികള് പന്നിപ്പടക്കം വെച്ച് പന്നിയെ കടിപ്പിച്ച് മാംസത്തിന് എടുക്കുക പതിവുണ്ട്. 1971 72 എനിക്ക് കൈ ആക്സിഡന്റ്. രാത്രി കാട്ടുപന്നി കാവലിന് വേണ്ടി ഒരു കയ്യിൽ ടോർച്ചും ഒരു കയ്യിൽ കൊടുവാളും, ചിലപ്പോൾ 2 കയ്യിലും, ഒരു കയ്യിൽ രണ്ടും കൂടി എടുത്ത് ഒരു കയ്യിൽ വടിയും, അങ്ങനെയാണ് പാടത്തൊക്കെ നടക്കുക. നടന്നു കഴിഞ്ഞ് പന്നിയെ ഓട്ടി വിടുകയാണ് ജോലി. അപ്പോൾ എല്ലായ്പ്പോഴും കാല് ശരിക്ക് കുത്തില്ലല്ലോ, കാലിൻ്റെ അടിയിലല്ല ടോർച്ച് അടിക്കുന്നത്. നെൽക്കണ്ടത്തിലാണ് ടോർച്ച് അടിക്കുക. കഴായി, അതായത് മേലത്തെ കണ്ടത്തിൽ നിന്ന് കീഴേക്ക് വെള്ളം ചാടുന്ന കൊച്ചു തര, അത് തടഞ്ഞു വീണു. അപ്പൊ ടോർച്ചും കൊടുവാളും വടി ഒരു കയ്യിലും, ഞാൻ മറിഞ്ഞും വീണു, കവന്ന് കെട്ടി വീണു. അവിടെ ഒരു പൊട്ടി ഇടത്തേക്ക് മണിക്കണ്ടം വെച്ച് കട്ട് ചെയ്ത് മാറ്റി. വികലാംഗനായി. ഫോറസ്റ്റ് ചണ്ടിയിട്ട സ്ഥലം അവിടെ വീണ്ടും കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് കർഷകനായിട്ട് അധ്വാനിച്ചത് കിട്ടിയ ഫലം ഒരു കൈ മുറിഞ്ഞു, വികലാംഗനായി. വയസ്സ് ഇത്രയായി. ഇപ്പൊ ഗവൺമെന്റ് കൊണ്ടുപോട്ടെ, കിട്ടിയാൽ നമ്മളല്ലല്ലോ, നമ്മുടെ മക്കളല്ലേ അനുഭവിക്കുക, അവർക്ക് അനുഭവിക്കാൻ കിട്ടട്ടെ എന്നുള്ള. ഇതിൻ്റെ ഇടയിൽ ആ സംഘടന ബന്ധപ്പെട്ടത് സുമാർ 74 മുതൽ സംഘടനയിൽ ഞാൻ സ്ഥിരം അങ്ങനെ ഒന്നല്ലെങ്കിൽ ഒന്നിലെ കേസ് എന്തെങ്കിലും പറഞ്ഞ് തള്ളിപ്പോവും, വഴിയില്ല, അങ്ങനെ മുന്നോട്ട് പോകുന്നു. അത്ര തന്നെ. അതായത് മടുത്തു മൊത്തം പറയാൻ. സർക്കാരിൽ നിന്ന് ഞങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം 1960 കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. അത് വിട്ടുതരണമെന്നേ പറയുന്നുള്ളൂ. പക്ഷേ മറ്റേ മരങ്ങളെ അന്ന് മദ്രാസ് സ്റ്റേറ്റിൽപ്പെട്ട ഭൂമിയാണത്. മദ്രാസ് സ്റ്റേറ്റാണ് പാലക്കാട് ഈ പ്രദേശങ്ങൾ.
മലമ്പുഴ ഡാമിന്റെ റിസർവോയറിന്റെ അക്കരയിലാണ് ഭൂമി. മലമ്പുഴ ഡാം കെട്ടി വെക്കിയത് മദ്രാസ് സ്റ്റേറ്റ് ഗവർണറാണ് തറക്കല്ലിട്ടത്. അതൊക്കെ ഞാൻ നേരിട്ട് അറിയുന്നതാണ്. മദ്രാസ് സ്റ്റേറ്റാണ് കെട്ടിപ്പൊക്കിയത്. പക്ഷെ നെഹ്റു വന്ന് ഓപ്പൺ ചെയ്തത് കേരള സ്റ്റേറ്റിനാണ്. അതിന്റെ ഗുണം കേരളത്തിനാണ് കിട്ടിയത്. കേരള സ്റ്റേറ്റ് രൂപീകരിച്ചപ്പോൾ അപ്പോൾ ഞങ്ങൾ കൃഷി ചെയ്യുന്നത് മദ്രാസ് സ്റ്റേറ്റ് എന്ത് കൃഷി ചെയ്തോ, തക്കാളി നടുന്ന സ്ഥലം തക്കാളിക്കാട് എന്നാ പറയുക, തൊമര നടുന്ന സ്ഥലം തൊമരക്കാട് എന്നാ പറയുക, മുതിര കൊള്ള്, പാലക്കാട് ഭാഷ കൊള്ളുകാട് എന്നാ പറയുക, ഉഴുന്നുകാട് എന്നാ പറയുക, ചെറുപയറുകാട് എന്നാ പറയുക, ഞാറ്റുകാട് എന്നാ പറയുക. ഞാറ് പാകി തയ്യാറാക്കും, ഞാറ്റുകാട് എന്നാ പറയുക. ഈ കാട് സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് ഈ ആധാരങ്ങളൊക്കെ എഴുതുന്നത്. ഇന്നത്തെ അധികാരികൾ കോടതി കയറി പോകുമ്പോ കാട് സ്ഥലമല്ലേ, ആധാരത്തിലെ കാട് എന്നല്ലേ പറയണത്. ഇപ്പൊ കാട് പറഞ്ഞ ഫോറസ്റ്റ് എടുക്കും. ഇതാണ് വിധി വരുന്നത്. ആ വിധി മാറും. കാട് സ്ഥലം പറഞ്ഞ മദ്രാസ് സ്റ്റേറ്റിലെ കാട് സ്ഥലം എന്നുള്ള വാക്കാണ് എടുക്കേണ്ടത്. പാലക്കാട് ഭാഷ തമിഴും മലയാളവും ചേർന്ന ഭാഷയാണ്. മലയാളത്തിന്റെ കേരളത്തിന്റെ തെക്കൻ കേരളത്തിന്റെ ബോർഡറാണ് പാലക്കാട്. തമിഴ്നാടോടുകൂടി ചേർന്ന് കിടക്കുന്ന കേരളം വന്നപ്പോൾ ആ കന്യാകുമാരി വിട്ടുകൊടുത്ത് പാലക്കാട് പ്രദേശം കേരളത്തിലേക്ക് എടുത്തത്. അതോടെ പാലക്കാട് നശിച്ചു. അന്ന് മുതൽ നശിക്കാൻ തുടങ്ങി. ഫോറസ്റ്റ് വന്നപ്പോൾ പൂർണ്ണമായി. അല്ലെങ്കിൽ ഈ കാടൊന്നും ഉണ്ടാവില്ല അവിടെ. എന്താ കർഷകൻ വെട്ടി തെളിയിച്ച് കൃഷി ചെയ്യും. പിന്നെ അന്ന് നെൽകൃഷി ചെയ്തിരുന്ന സ്ഥലം ഇന്ന് ഞാൻ 17 കൊല്ലമായി തരിച്ചിട്ടിരിക്കുകയാണ്. ആ സ്ഥലത്തും മരങ്ങൾ വളരരുത്. കണ്ടത്തില് ഒരു കൃഷിയും ചെയ്യാത്ത, അതും ഈ ഫോറസ്റ്റ് ബെസ്റ്റ് ചെയ്തല്ലോ. ആ സ്ഥലത്ത് നിൽക്കുന്ന മരവും ഒരേ അളവാണ്, ഒരേ പ്രാപ്തിയാണ്. രണ്ടും നോക്കിയ ഒരു ജോയിന്റ് വെരിഫിക്കേഷൻ വന്നാൽ മതി. ഉത്തരവാദപ്പെട്ട ഒരു കമ്മീഷണർ വന്നാൽ ഏത് സ്ഥലം എന്നറിയില്ല, ജണ്ടി ഉള്ളത് കൊണ്ട് സ്ഥലം വേർതിരിച്ചറിയണമെന്ന് പറഞ്ഞു. ആ മരവും ഈ മരവും ഒരേ പ്രായമാണെന്ന് പറയുകയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നേ, നെൽകൃഷി ചെയ്യുന്ന സ്ഥലം പോലും 10 കൊല്ലം കൃഷി ചെയ്യാതിരുന്നാൽ അവിടെ വളരുന്ന മരം അപ്പുറത്ത് വളരുന്ന മരം 25 കൊല്ലത്തെ മരത്തിൽ വെച്ച് പ്രാപ്തിയായിരിക്കും 10 കൊല്ലം കൊണ്ട്. അതുപോലും വനമായി തന്നെ തോന്നും 10 കൊല്ലം കഴിഞ്ഞാൽ. അപ്പൊ എന്താ ഗവൺമെന്റ് വിട്ടുതരാൻ പറ്റില്ല സ്ഥലം? ധാരാളം വിട്ടുതരാം. ഇത് ഗവൺമെന്റിന്റെ പോരാളിയാണ് ഈ പറയുന്നത്, ഈ സംഭവിക്കുന്നത്. കർഷകനെ തളർത്തുക, ആദ്യം കർഷകനെ ഇട്ടുകൊടുക്കുക. വെളിനാട്ടിൽ എന്താ നടക്കുന്നത്? അവൻ 1 കിലോ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയാൽ ഒരു എക്സാമ്പിൾ, 1 കിലോ ഉരുളക്കിഴങ്ങിന് കർഷകന് 50 റുപ്യ കിട്ടണമെന്ന് വെക്കുക. അമേരിക്കയിലെ ഒരു തന്നെ 50 റുപ്യ അവന് കിട്ടുന്നില്ല. അവന് 1.25 റുപ്യ കിട്ടണമെന്നുള്ളൂ നമ്മുടെ മാർക്കറ്റ് മാതിരി. പക്ഷേ 48.25 റുപ്യ അവനെടുത്ത ബാങ്ക് ലോണിലേക്കാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. അവന് കാശ് കൊടുക്കില്ല. അവന് നമ്മളെ മാതിരി തന്നെ 1.25 റുപ്യ കിട്ടുന്ന 1 കിലോ ഉരുളക്കിഴങ്ങിന്. പക്ഷെ ഉരുളക്കിഴങ്ങിന്റെ ബാക്കി വരെയുണ്ടല്ലോ, അവനെടുത്ത ലോണിലേക്ക് പോയി ബാങ്കിന്. അപ്പൊ കർഷകന് എന്തുണ്ട്? വല്ല ബാധ്യത ഈ 1.25 മടി തിരികെ നടക്കാവന്. ബാങ്ക് പിറ്റത്തെ ഡേറ്റിന് അവനെ വിളിക്കുകയും ചെയ്യണം. ഇത് ഇവനെടുത്ത കാശിന്റെ മുഴുക്ക ഗവൺമെന്റാണല്ലോ കൊടുക്കണത്. അങ്ങനെ കർഷകർ പുരോഗമിക്കുകയാണ്, അവരെ പുരോഗമിപ്പിക്കുക. അതായത് ഇന്ന് നടന്നു പോകുന്നവൻ അടുത്ത കൊല്ലം കാറിൽ പോകും കൃഷി സ്ഥലത്ത് ഇറങ്ങാൻ, അതിൻ്റെ അടുത്ത കൊല്ലം ഹെലികോപ്റ്ററിൽ പോയി ഇറങ്ങും. അങ്ങനെയാണ് കർഷകനെ നോക്കി വളർത്തേണ്ട ഗവൺമെന്റ്. അതാണ് വേണ്ടത്. അങ്ങനെ ഒരു എക്സാമ്പിൾ, ഒരു ചെറിയ വില്ലേജ് 4 കർഷകരെ അങ്ങനെ ചെയ്തു നോക്കുന്നു. അവര് അടുത്ത കൊല്ലം എന്താണെന്ന് 40 കർഷകരാകും. പിന്നെ കർഷകന് വേണ്ടി സംരക്ഷണം കിട്ടാത്ത ഒറ്റ കാരണം കൊണ്ടാണ് കാർഷിക മേഖല കംപ്ലീറ്റ് ആകുന്നത്. ഞാൻ 27 ചില്ലുവാനം കാളവണ്ടി നെല്ല്, 10 ഇടങ്ങഴി ഒരു പറ, 7 പറ ഒരു ചാക്ക്, 10 ചാക്ക് ഒരു വണ്ടി.
അങ്ങനെ 27 കാളവണ്ടി നെല്ല് വീടെത്തിച്ചവനാണ് ഞാൻ ഈ 10 പേരെ കണ്ടെത്തുന്നത്. സോറി, 10 ഏക്കർ നെൽവയലിൽ നിന്ന്. അവിടുത്തെ ജോലി, കന്നിയും മകനും 2 വർഷത്തെ ജോലിയും കഴിച്ച് വീട്ടിൽ കൊണ്ടുപോയി നെല്ല് ഇങ്ങോട്ട് വരില്ല. വിത്ത് മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. വിത്ത് മാത്രം വീട്ടിൽ സൂക്ഷിക്കും, അത് മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. ബാക്കി ആദ്യം വിഷു കഴിഞ്ഞ ഉള്ള പണിക്കൂലിയാണ്, കാശാണ്. കർഷകൻ കൊടുക്കുന്നത് നെല്ലാണ്. അതിന് വലിയ പേര് കർഷക തൊഴിലാളിക്ക് കൊടുക്കുന്നതിന്. പണം ഇത്ര ഉറുപ്പ്യാന്നല്ല പറയുക, വല്ലി. കർഷക തൊഴിലാളിക്ക് കൊടുക്കുന്ന നെല്ലുകൂലിക്ക് വല്യ പേര്. ഇതൊന്നും ഇന്നത്തെ കസലിൽ കൊടുത്തിരിക്കുന്ന ജഡ്ജിക്ക് അറിയില്ലല്ലോ. അറിയോ? അറിയില്ല. ഇന്നത്തെ ആൾക്കാർക്കേ അറിയില്ല. എന്താ ഇന്ന് വലിയ കൊണ്ടുപോകണോ, നാളെ ഒന്നിച്ച് കൊണ്ടുപോയാൽ പോരെ എന്നേ ഞങ്ങൾ ചോദിക്കുള്ളൂ തൊഴിലാളികളെ കൊണ്ട്. അല്ലെങ്കിൽ അവരേ പറയും നാളെ ഒന്നിച്ച് തന്നാൽ മതി വല്ലി എന്ന് പറയും. നിങ്ങൾ കേട്ടാ വിചാരിക്കില്ല വല്ലി പറയുന്നത് എന്താ അതെന്ന്. വല്ലി പറഞ്ഞാൽ നല്ല കൂലിയാണ് പറയണത്. അങ്ങനെയാണ് അന്നത്തെ. കാർഷിക മേഖല അമ്പേ പരാജയപ്പെട്ടു. അന്ന് 210 റുപ്യ വില ഒരു വണ്ടി നെല്ല്. ഒരു പോലീസുകാരന് 210 റുപ്യ മാസം ശമ്പളമുള്ളൂ. ഞാൻ MSP പോലീസുകാരനാണ്, മലബാർ സ്പെഷ്യൽ പോലീസ്. 3 വർഷം കഴിഞ്ഞപ്പോൾ റിട്ടേൺ ചെയ്ത് അവിടെ വേണ്ട എഴുതി കൊടുത്ത് ഇവിടെ ഭൂമിയിലേക്ക് വന്നു. ഇവിടെ ഭൂമി കർഷകനെ ഏൽപ്പിക്കണം പാട്ടത്തിന്. അപ്പോൾ കർഷക തൊഴിലാളി നിയമപ്രകാരം കേരള ഭൂപരിഷ്കരണ ആക്ട് പ്രകാരം ഇത് പോയി. ഇന്ന് പിന്നെ ഇത്രയും ഭൂമി ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ഓടി വന്നവനെ ഞാൻ. ഇന്ന് പെൻഷനും ഇല്ല, ഇവിടെ ഇല്ല, ഉള്ള ഭൂമി നഷ്ടപ്പെടുകയും ചെയ്തു. മടുത്തു, അതാണ് പറഞ്ഞത്. ഉള്ളത് കൊണ്ട് ജീവിക്കുക, അത്രയെങ്കിലും തന്നല്ലോ ദൈവം തന്നോട്ട്. ഇത്രയും അത് കർഷകന്റെ ഭൂമി ഏത് നിയമത്തിൽ കൂടി ഫോറസ്റ്റ് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഭരണത്തിൽ നിൽക്കുന്ന ഗവൺമെന്റ് അവൻ അർഹതപ്പെട്ട ഭൂമി അവന് തിരിച്ചു കൊടുത്തേ കഴിയും. നിങ്ങളുടെ കയ്യിൽ ചുകര നിങ്ങൾക്ക് കൂടുതലാണ് പറഞ്ഞ് നിങ്ങളുടെ ചുകര നിങ്ങളെ കയ്യിൽ വെട്ടിയിട്ട് ഞാൻ എടുക്കാൻ പറ്റില്ല. അത് കൂടുതലോ കമ്മിയാണെന്ന് നിങ്ങളാ നിശ്ചയിക്കേണ്ടത്. കൂടുതലാണെന്ന് കമ്മിയാച്ചാൽ നീ വെച്ചോ എന്നാ പറയേണ്ടത്. ഞാൻ നിങ്ങളുടെ മേലെ കൊണ്ടൊന്ന് വെട്ടുകയല്ല വേണ്ടത്. ഇന്നത്തെ ഗവൺമെന്റ് അതല്ലേ ചെയ്യുന്നത്. അതെന്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് തിരിച്ചു പിടിച്ചു കൊടുക്കില്ല? ഞാനാണ് ഇതിന്റെ അധികാരി, എന്നാ പിടിയെന്ന് പറയണം. അപ്പൊ ഏതിനുമുണ്ട്, ഒരു ചീലക്കൂടെ മടക്കാനും പറ്റും, നൂർത്തി വെക്കാനും പറ്റും. കുതിരയില്ലാത്ത മടങ്ങൂല, നൂലുമില്ല. അങ്ങനെ ഒരു കുതിര വേണം, ഒരു കുതിര വേണം. അത് ഏത് ഗവൺമെന്റ് കുതിര വിൽക്കുമോ ആ ഗവൺമെന്റ്. കർഷകന് മുമ്പേ പറഞ്ഞ 1.25 ഉറുപ്പിക കന്ന് കൂട്ടും ഒരു പണിക്കാരൻ. 7 മണിക്ക് കന്ന് വിട്ട് തൊഴുത്തിൽ നിന്ന് കന്ന് ആട്ടിവിട്ട് 5 മണി വരെ പൂട്ടും. എന്നിട്ട് പറയാം, എന്താ മലയാളി കന്ന് കുഴഞ്ഞു. അവൻ ക്ഷീണിച്ചു എന്നല്ല, അവനാ കുഴഞ്ഞിരിക്കുന്നത്. അവൻ 8 കാലിലല്ലേ നടക്കുള്ളൂ. കന്നിനെ പറയും, കന്ന് 4 കാലിലല്ലേ, വീഴില്ലല്ലോ. കന്ന് ക്ഷീണിച്ചു എന്നാ ആഴ്ച വിടണം സംഗതി. എന്നാലും ആ പറയും, സമ്മതത്തോടുകൂടി ചെയ്യും. അന്ന് 4 ഇടുപ്പിത്തിരിക്കത് എടുത്ത് കയ്യിലും കൊടുക്കും. ആർക്ക്? വേലക്കാരന്. പിറ്റേ ദിവസം അവൻ 2 മണിക്കൂർ കൂടുതൽ പണിയും. 7 മണിക്ക് പറഞ്ഞാൽ 6 മണിക്ക് വന്ന് കന്നുവിടും. അപ്പോഴും പിന്നെ കർഷകൻ തന്നെ. അതാണ് കർഷകനും കർഷക തൊഴിലാളിയും. പക്ഷെ ഇന്ന് കർഷകനും കർഷക തൊഴിലാളിയും അത് സുമാർ ഒരു 10 കിലോമീറ്റർ അകലെയാണ് രണ്ടുപേരും. അന്നതല്ല, ഒരു കിണ്ണത്തിൽ കൊണ്ടില്ല, 2 കിണ്ണത്തിലാണ്. എന്നാലും ഒന്നിച്ചിരുന്നുള്ളൂ. എന്താ നിനക്ക് കിട്ടിയില്ലേ മീൻകറി എന്നാ ചോദിക്കുക. അവനും കൂടി മീൻകറി വന്നതിന് ശേഷം ഇവനും ഉണ്ണാൻ നിൽക്കും. അത് കണ്ടുമ്പോൾ കർഷക തൊഴിലാളിയുടെ വയറ് നിറഞ്ഞു. അവൻ വിചാരിക്കും ഇയാൾക്ക് 2 കൈക്കോട്ട് കൂടുതൽ വെട്ടാന്ന്. അതാണ് ആ ഒരു എന്താ പറയാ ഐക്യം. അതേ ഐക്യം ഭരണ നേതാക്കന്മാര്, ഭരണചക്രത്തിനും വേണം, കർഷകനും വേണം. എന്നാലേ കർഷകനിൽ കൂടി ചുറ്റുള്ളൂ ഭരണചക്രം. കർഷകൻ അച്ചുതണ്ടാണ്, കർഷകനിൽ തന്നെ ചുറ്റണം ഭരണചക്രം.
അല്ലാതെ ചിറ്റയെ പറഞ്ഞ ഒന്നിനും പറ്റില്ല. അത് എൻ്റെ ഈ 84 കൊല്ലത്തെയും ഒരു 10-12 വർഷം വിടുക. കുട്ടിപ്പെരുവും ബുദ്ധി കുറയ്ക്കാത്ത ഒന്നും വേർതിരിച്ചറിയാത്ത ഒരിത്. പക്ഷെ ഒരു 70 കൊല്ലം പരിചയമില്ലേ? 14 കൊല്ലവും വിഴൻ. 70 കൊല്ലത്തെ ലോകപരിചയം കൊണ്ട് അതും കർഷകൻ. 3.5 കൊല്ലം MSPയിൽ ഉദ്യോഗം മാറി നിന്നുള്ളൂ. അപ്പോ 67 കൊല്ലത്തെ കർഷകൻ എന്നുള്ള പരിചയത്തിൽ തന്നെയാണ് ഞാൻ ഈ ഉറച്ചു പറയുന്നത്. ഒരു ഉപ്പിന്റെ വെള്ളച്ചോറൊന്നും ഞാൻ 25 കിലോമീറ്റർ അകലേക്ക് നടക്കും. ഒരു ഉപ്പ് ഒരു പഴഞ്ചൊല്ലാണ്. എന്നാലും നല്ല 2 ഓലക്കിണ്ണം വെള്ളച്ചോറ് ഞാൻ സുഖമായിട്ടുള്ളൂ. രാവിലെ 4 മണിക്ക് മഴക്കാലത്ത് കർക്കിടകത്തിൽ. എന്നിട്ട് 25 കിലോമീറ്റർ അകലെ നിന്ന് എത്തി ചവിട്ടി നടക്കും. 25 കിലോമീറ്റർ ഇപ്പുറത്ത് കിടക്കുന്ന ഇന്നത്തെ മലമ്പുഴ ഡാമിന്റെ മേലെ ആ കൃഷി സ്ഥലത്ത് 5:30 മണിയാകുമ്പോഴേക്കും എത്തും ഞാൻ. കോളർ മാത്രമേ നനയാത്തത് ഉണ്ടാവുള്ളൂ, വിശർത്ത് നനയാത്തത് ആ നേരത്ത്. അതിന് നല്ലോണം മൂന്ന് ചവിട്ടി നടന്നവനൊക്കെയാണ്. പക്ഷെ അന്നത്തെ ഉത്സാഹം. അപ്പൊ നടന്നു വരുമ്പോഴായിരിക്കും ആ മൊക്കിന്ന് പോയിട്ട് വെട്ടിച്ചേർത്തണം എന്ന് പറയും. ഞാന് 4 അടി നടന്നു വരുമ്പോ ഞാൻ തനിയെ പറയുകയാണ്. ഇവിടെ വന്നാൽ കൈക്കോട്ട് കൊടുത്ത് കൊടുവെള്ളം കൊടുത്ത് ഇറങ്ങി പണിക്കാർ 8:30 മണിക്ക് വരുമ്പോഴേക്കും ഞാൻ ആ മൊക്ക് 4 അടി ഞാറ് നടാൻ പാകത്തിലാക്കി. 4 അടി ചതുരം. 4x4 അത് ദിവസേന ചെയ്യുമ്പോൾ അതൊരു പ്രത്യേകതയല്ലേ. അപ്പൊ വെള്ളച്ചോറ് കൊണ്ട് അമരം പോയി. അങ്ങനെയൊക്കെയാണ്. അധ്വാനിച്ച് കൃഷി നടന്നവനാ, അധ്വാനിച്ച് കൃഷി ചെയ്തവനാ, അധ്വാനിച്ചെത്തുന്നവനാ. എന്നിട്ട് വരമ്പത്തിരുന്ന് പട്ടക്കുടയാണ്. അത് ശീലക്കുട കച്ചത്ത് എടുക്കാന് പട്ടക്കുട കളത്ത് വന്ന് ഈ ശീലക്കുട അവിടെ വെച്ച് കളത്തുനിന്ന് പട്ടക്കുട എടുത്തിട്ട് വന്നു. ആ പട്ടക്കുടയും പിടിച്ച് ഇന്ന് എങ്ങനെ പിടിക്കാനല്ലോ അന്ന് എടുത്ത കൈയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പിടിച്ചിട്ടായിരുന്നു വെള്ളച്ചോറുണ്ട. തോട്ടിലെ വെള്ളമാണ് വെള്ളച്ചോറിന് കൊടുക്കുക. വെള്ളം വീട്ടിൽ നിന്ന് ചുമന്നിട്ട് വരില്ല, അത് വെള്ളം ഒഴിക്കാത്ത ചോറാ കൊണ്ടുവരാം. ആ ചോറ്റിന്റെ ഒരു സ്വാദ് ഇന്ന് ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയാലും കിട്ടില്ല. അതൊരു പ്രത്യേക ഒരിതാണ്. തോട്ടിലെ വെള്ളമാണ് കിട്ടുക, ഒഴുകുന്ന വെള്ളമാണ്. അപ്പൊ അത് കർഷകനെ അത്രത്തോളം അന്ന് ആ വാരി മുന്നുമ്പോഴും എൻ്റെ ആലോചന പോകുന്നത് ഞാൻ കണ്ടം വൃത്തിയാക്കിയത് പോരെയോ എന്നാ നോക്കുക മനസ്സുകൊണ്ട്. എന്നിട്ട് ഊണ് കഴിഞ്ഞ് പോയി നോക്കും. അങ്ങനെ അധ്വാനിക്കാം. അപ്പൊ അധ്വാനിക്കാൻ പ്രാപ്തനാക്കുന്ന കർഷകനെ പ്രാപ്തനാക്കുന്നത് ഭരണചക്രമാണ്. അത്രേ പറയാമല്ലോ. ഇനി ബാക്കിയൊക്കെ അപ്പൊ വാസ്തവം പറയാം, ഭരണചക്രമാണ്. എന്താ വെച്ചാൽ ഒരു ചാക്ക് യൂറിയക്ക് എത്ര വില ഇപ്പൊ എനിക്കറിയില്ല. ഇപ്പോഴത്തെ ഒരു 500 റുപ്യ 1000 റുപ്യ ഇട്ടോളൂ. 100 റുപ്യക്ക് യൂറിയ കിട്ടാൻ പ്രാപ്തമാക്കണം കർഷകന്. 900 റുപ്യ ഗവൺമെന്റ് നേരിട്ട് യൂറിയ കമ്പനിക്ക് കൊടുക്കണം. കർഷകന് കൊടുക്കണ്ട, നേരിട്ട് യൂറിയ കമ്പനിക്ക് കൊടുക്കുക. അപ്പൊ വന്ന് 1 ചാക്ക് വീശേണ്ട അവിടെ 2 ചാക്ക് കൊണ്ടുവന്ന് വീശും. അപ്പൊ എന്തായി? 2 ചാക്ക് നെല്ലുണ്ടാകേണ്ട അവിടെ 4 ചാക്ക് നെല്ലുണ്ടാകും. അതിനനുസരിച്ച് പിന്നെ അധ്വാനിക്കുമല്ലോ. അധ്വാനിച്ചാലേ എനിക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള സബ്സിഡി കിട്ടുമെന്ന് വയ്ക്കും. ഇതിവിടെ എന്താണ്ടാണ് കയ്യിലുള്ളതും പിടിച്ചെടുത്തിട്ട് പോവുക. ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുക, 34 ഏക്കറ. ഞങ്ങൾ 8 ആൾക്കാരാണ്, 8 അനുജന്മാർ, 8 ആള്. ഞാനാണ് ഉദ്യോഗം വലിച്ചെറിഞ്ഞ് വന്ന് കൃഷിയെ സംരക്ഷിച്ചവൻ. ഇന്ന് 8ആക്കി പങ്കിയിരിക്കുക, ഭാഗപത്രം എഴുതി രജിസ്റ്റർ ചെയ്തിരിക്കുക. എന്നാലും ഞങ്ങൾക്ക് ആർക്കും വേണ്ട, നിങ്ങളുടെ കയ്യിൽ വെച്ചോന്നാ പറഞ്ഞിരിക്കുന്നത്. ആര്? അവര്. എന്താ വെച്ചാൽ അവരുടെ മക്കളൊക്കെ പഠിച്ച് പ്രാപ്തിയായി. എൻ്റെ മക്കളെ ഞാൻ കൃഷിക്കാരനായതുകൊണ്ട് പഠിപ്പിക്കാൻ വിടാൻ പറ്റിയില്ല. ഞാൻ വികലാംഗനായതുകൊണ്ട് എനിക്കൊരു 2 വീലർ ഓട്ടാൻ പറ്റില്ല. ആയതുകൊണ്ട് കുട്ടികളെ കൂടുതൽ ദൂരത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പൊ അവർക്ക് അതിനനുസരിച്ച് വിദ്യാഭ്യാസം കമ്മി. ഇവരൊക്കെ ബോംബെ, കൽക്കട്ട അങ്ങനെയുള്ള സ്ഥലങ്ങൾ, തിരുച്ചിറപ്പള്ളി, അവിടെയൊക്കെ അവരുടെ കൂടെ വിടാൻ എനിക്കൊട്ട് സമ്മതമില്ല. എന്തുകൊണ്ട് വെച്ചാൽ അത് എത്രയും വെള്ളം പറ്റിയ വേർപിരിയില്ല. ഒന്നിച്ച് കാണും കൂടപ്പറപ്പുകൾ.
കൂടപ്പിറപ്പുകളുടെ മക്കൾ തമ്മിൽ വേർപെടും. അത് വെള്ളമല്ല. വെള്ളം പറ്റിയ വേർപെടില്ല പറഞ്ഞാൽ നിങ്ങളും ഞാനും ഏട്ടനും അനുജനും വിളിച്ചാൽ വേർപെടില്ല. നിങ്ങളുടെ രക്തം എനിക്ക് മണക്കും, എൻ്റെ രക്തം നിങ്ങൾക്കും മണക്കും. മറ്റുള്ളവർ മിണ്ടാതെ പോകും. അതാണ് രക്തബന്ധം. അപ്പൊ കൂടപ്പിറപ്പ് എത്രയായില്ലേ എൻ്റെ മക്കളും അവരുടെ മക്കളും തമ്മിൽ വ്യത്യാസം വരും. അങ്ങനെ മക്കളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറഞ്ഞ് അവരുടെ മനോനിലമ പോട്ടാ പറഞ്ഞിട്ട് അവരൊരിക്കും പറഞ്ഞിട്ടില്ലേ. അപ്പൊ വിദ്യാഭ്യാസം കമ്മിയായി. എന്നിട്ട് പോലും അവര് പറയുന്നത് നിങ്ങൾ കയ്യിൽ വെച്ച് നിങ്ങൾ ഉള്ള കാലം നോക്കാൻ, ബാക്കിയുള്ള കാലം അവിടെ ഇരിക്കട്ടെ. കടലാസ് കാണിച്ചാൽ നിങ്ങൾ എഴുതിയത് കൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകാം, അതും നിങ്ങൾ വെക്കാൻ വെച്ചോന്ന് പറഞ്ഞു.